ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ ഇന്നൊരു റമദാൻ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കട്ട്ലേറ്റാണ്. ബീഫ് കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഒന്നും എന്തായാലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയാം ബീഫ് കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതല്ല. പിന്നെ അതിന് മുന്നത്തെ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ നേന്ത്രപ്പഴം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിനുവേണ്ടി തേങ്ങാപ്പാലൊക്കെ വെച്ച് റെഡിയാക്കുന്നുണ്ട്. ഇത് ആക്ച്വലി കൊല്ലം സ്റ്റൈലിൽ ഉള്ള ഒരു പായസമാട്ടോ. അപ്പോൾ നമുക്കൊക്കെ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ പാലും രണ്ടാം പാലും പിന്നെ കട്ടിയുള്ള പാലുമായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ടിയുള്ള പാല് നമ്മൾ മാറ്റി വെക്കുക, എന്നിട്ടാണ് നമ്മൾ രണ്ടാം പാലെടുക്കുക. അപ്പോൾ ഇത് ഭയങ്കര നല്ല ടേസ്റ്റാട്ടോ. നല്ല നമ്മൾ വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് മോസ്റ്റ്ലി എല്ലാവരും കൊല്ലം സൈഡുള്ളവരൊക്കെ വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു കറി പോലെയാണ് ഇത്. പക്ഷേ നമുക്കൊക്കെ അത് പായസം പോലെ കുടിക്കാനാട്ടോ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇന്ന് അത് ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പം കുറേ ആയി വ്ളോഗ് ചെയ്തിട്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ ഈ നേന്ത്രപ്പഴത്തിനകത്ത് നമ്മൾ കട്ടിയില്ലാത്ത ഫസ്റ്റത്തെ പാലില്ലേ, അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ലാസ്റ്റാണ് നമ്മൾ കട്ടിയുള്ള പാല് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റൗ എത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ വ്ളോഗ് എടുത്തിട്ട്, കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് 35 വീക്സ് കഴിയാറായി, 36 വീക്സിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മൾ എന്നാണ് ഡെലിവറി എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും 17th നമുക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പം 3rd നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെയാണ്, ബേബി ഓക്കെയാണ്, സൂപ്പർ ഓക്കെയാണ്. അപ്പോൾ ഇൻഷാല്ലാ 17th പോയാൽ നമുക്കറിയാം എന്നായിരിക്കും നമ്മുടെ ബേബി റിലീസ് ചെയ്യുന്നതെന്ന്, ഇൻഷാല്ലാ. അപ്പോൾ നല്ലൊരു വൈബൊക്കെ ആയിട്ട് പുറത്ത് നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര ചൂടാണ് ഈ ഒരു സമയത്ത്. നോമ്പ് പിടിക്കുന്നവരൊക്കെ എനിക്കറിയാം നല്ല ചൂടാണ്. എന്തായാലും നോമ്പൊക്കെ തോർന്ന് എല്ലാവരും നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കുക. അപ്പോൾ നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ഇനി ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. കുറച്ച് കട്ടി വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബീഫ് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ ഇവിടെ എടുത്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിൽ കിടന്ന് വെന്ത് വരുന്നവർക്കും നമുക്ക് പായസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിലേക്ക് മിക്സ് ചെയ്ത അരിപ്പൊടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു തിക്കായി വരുന്നവരേക്കും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കട്ട്ലേറ്റ് ഇവിടെ ഏതാണ്ട് നിമിഷങ്ങൾക്കകം റെഡി ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ പായസം ഇവിടെ കട്ടിയായിട്ട് കുറച്ച് നല്ല അരിപ്പൊടിയൊക്കെ ഒഴിച്ചതിന് ശേഷം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് കൊല്ലം അങ്ങോട്ടുള്ളവരൊക്കെ വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ കഴിക്കാൻ തീരെ താല്പര്യമില്ല. എനിക്കിങ്ങനെ പായസമായിട്ട് കുടിക്കാനാട്ടോ ഇഷ്ടം. അതും തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ കട്ടിയുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേണ്ടവർക്ക് വെള്ളപ്പം ഒന്ന് ഉണ്ടാക്കുന്ന ദിവസങ്ങളിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒപ്പം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ യെസ് ഗായ്സ്, നമ്മുടെ പായസം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാം. ഞാൻ എന്തായാലും കുറച്ച് ടേസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബീഫ് കട്ട്ലേറ്റ് നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിസ്കരിക്കുമ്പോൾ എമി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഇലുവിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ പോയി കളിച്ചിട്ടൊക്കെ വന്ന് പിന്നെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ ഇലു ഉറങ്ങുന്ന ടൈമാട്ടോ. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞിട്ടും വീണ്ടും പോകണം എന്ന് പറഞ്ഞിട്ടൊരു കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ്. അപ്പോൾ അവൾക്ക് പറ്റാണ്ട് ഇരുന്നിങ്ങനെ കരയാട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി, പറഞ്ഞ് മനസ്സിലൊക്കെ ആവുമല്ലോ. അപ്പം എമി ഓക്കെ ആയിട്ടുണ്ട്. എനിക്കിനി ബോയ് വേണോ ഗേൾ വേണോ? നമ്മൾ എമിയോട് ചോദിക്കലുണ്ട് കേട്ടോ, ബേബി ബോയ് വേണോ ബേബി ഗേൾ വേണോയെന്ന്. അപ്പോൾ ഇപ്പോഴൊക്കെ ഫുൾ ബേബി ബോയ് മതി എന്നാണ് പറയുന്നത്. ഏത് ബേബി ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഹെൽത്തി ബേബിയായി നല്ല നോർമൽ ഡെലിവറിയൊക്കെ ആയിട്ട് എല്ലാവരും ദുബൈയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് അങ്ങനെ പോയി. ഇൻഷാ അല്ലാഹ് ഇനിയും വ്ളോഗ് എടുക്കണമെന്നുണ്ട്. എന്തായാലും അതിനുള്ളൊരു ഹെൽത്തും കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റും സമൂസ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ. അപ്പോൾ അങ്ങനെ വെജിറ്റബിൾ സമൂസയാണ്. പിന്നെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്. അങ്ങനെ പിന്നെ ഇന്ന് വെള്ളപ്പമാണ്, പിന്നെ മീൻ കറി, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അൽഹംദുലില്ലാ നോമ്പ് അടിപൊളിയാവട്ടെ. എല്ലാവർക്കും 30 നോമ്പും കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോകുന്നത്. പിന്നെ എനിക്കിപ്പോൾ നോമ്പില്ല, എമിക്കും ഇല്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് 17th പോയിട്ട് ബാക്കി വിവരം എന്താണെന്നറിയാം. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. സീ ഓൾ വിത്ത് ദ നെക്സ്റ്റ് വ്ളോഗ്. അൺടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്കിനി അടുത്തൊരു നല്ല വ്ളോഗായിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അതുവരെക്കും ബൈ. അത് സോസ് മുക്കി കഴിക്കുമ്പോൾ അറിയില്ല. കട്ട്ലേറ്റ് കഴിക്കോ?